അസ്സാം വലൈക്കും. നമ്മൾ മുസ്തഫക്ക് ഒരു കമന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളെ ഇത്രയും കാലമായിട്ട് കുരുവട്ടൂർ തരീക്കത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മുസ്തഫക്ക് എനിക്ക് പറയാനുള്ളത്, അതിനെക്കുറിച്ച് എന്താണ് പറയുക? എന്തെങ്കിലും നന്മ അതിലുണ്ടെങ്കിലല്ല പറയേണ്ടതുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കാണാറുണ്ട്, ഈ സ്വർണ്ണക്കടന് മുമ്പിൽ നാടോടികൾ വന്നിട്ട് അവിടുത്തെ മണ്ണൊക്കെ അടിച്ചു വാരി കൊണ്ടുപോയി പുഴയിൽ കൊണ്ടുപോയിട്ട് എത്രയോ സമയം എടുത്തിട്ട് അത് ആറ്റി ഒരു തരി സ്വർണത്തിന് വേണ്ടിയിട്ട്, ആ ഒരു തരി സ്വർണം എത്രയോ തുച്ഛമായ ശ്രമത്തിന് വേണ്ടി അത്ര സമയം ചെലവാക്കുന്നത്, അത്ര കൂടി നന്മയില്ലാത്തൊരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ എന്തിനാ ചർച്ച നടത്തുന്നത്? എന്തിനാണ് കേൾക്കുന്നത്? അതൊരു മാരാരോഗമാണ്. അത് പകരുന്ന രോഗമല്ല. പകരുന്ന രോഗം നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. പിന്നെ അതൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, നമ്മളെന്തിനാ പറയേണ്ട ആവശ്യമുള്ളത്? കഴിവില്ലാതെ നമ്മളെ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുക. ഒരു പ്രയോജനമില്ല, ഒരു നന്മയും അതിലില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് പകൽ വെളിച്ചം പോലെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. തുടക്കത്തിലെ പണ്ഡിതന്മാരെ ചീത്ത പറയും നമ്മൾ കേൾക്കുന്നത്, തരീഖത്തിന്റെയോ സൂഫിസത്തിന്റെയോ വഴിയല്ല ആരെയും ചീത്ത പറയുന്നു വെറുപ്പിക്കുന്നു ഒക്കെ. എല്ലാം സ്നേഹം വാരിക്കോരി കൊടുക്കലാണ് സൂഫിസ് എന്ന് പറഞ്ഞാൽ. നമ്മള് കണ്ടിട്ടുള്ള സൂഫികളൊക്കെ അങ്ങനെയാണല്ലോ. അവർക്ക് സ്നേഹിക്കാനേ അവർക്ക് അറിയുള്ളൂ. അത് നമ്മളിവിടെ കാണുന്നില്ല. അതിൽ തന്നെ നമ്മൾ കാര്യം വ്യക്തമാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുകയോ വേണ്ട, അവർ വിശകലനം ചെയ്യാനും പോണ്ട, ചർച്ച ചെയ്യാനും പോണ്ട, അവരെ കുറിച്ച് പറയാനും പോണ്ട. ഒരു നന്മ അതിലില്ല. അതൊക്കെ നമ്മൾ പണ്ഡിതന്മാർ വേണ്ടമാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതന്നെ നമുക്ക് ധാരാളമാണ്.